ജനുവരി 27 റേഷൻ വ്യാപാരികൾ നടത്തുന്ന സമരത്തിന് മുന്നോടിയായി പീരുമേട് താലൂക്ക് റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റിയുടെ യോഗം വണ്ടിപ്പെരിയാറിൽ നടന്നു. പീരുമേട് താലൂക്കിലെ മുഴുവൻ റേഷൻ വ്യാപാരികളും അന്നേ ദിവസം കടകളടച്ച് കുട്ടിക്കാനത്ത് നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 5000 രൂപ ശമ്പളം വാങ്ങുന്ന റേഷൻ വ്യാപാരികൾക്ക് കെട്ടിട വാടക, കറണ്ട് ബില്ല്, തൊഴിലാളികളുടെ കൂലി എന്നിവയ്ക്ക് പുറമെ ഭാരിച്ച ബാധ്യതകൾ നേരിടുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന ശമ്പളമായി 30,000 രൂപ അനുവദിക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് ജനുവരി 27 സംസ്ഥാന വ്യാപകമായി സമരം നടത്തുന്നത്. ഇതിനു മുന്നോടിയായിട്ടാണ് പീരുമേട് താലൂക്ക് കോർഡിനേഷൻ കമ്മിറ്റിയുടെ യോഗം വണ്ടിപ്പെരിയാറിൽ നടന്നത്. AKRRDA ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് അഴകംപ്രയിൽ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. റേഷൻ വ്യാപാര രംഗത്ത് മെഷീനും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഈ പോസ്റ്റ് മെഷീനിൽ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു 7 വർഷക്കാലങ്ങളായി നമ്മുടെ ഇത് വർദ്ധിപ്പിച്ചു തരാം, കൂലി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരമുണ്ടായി. നമ്മുടെ ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതാക്കന്മാരുമായിട്ട് മന്ത്രിതലത്തിലുള്ള ചർച്ചകൾ പല പ്രാവശ്യമായിട്ട് നടന്നു. പക്ഷേ എങ്കിൽ പോലും നാളിതുവരെ നമ്മുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനം ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ള അവസ്ഥ. മാത്രമല്ല 3 മാസത്തെ ശമ്പളം തന്നെ ഈ ജനുവരി 30 ആകുമ്പോഴത്തേന് 3 മാസത്തെ ശമ്പളവും കൂടി ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടുത്തിയതാണ്. മാത്രമല്ല ഇന്ന് ഒരു തൊഴിൽ കൂലിവേലയ്ക്ക് പോയാൽ പോലും 800 രൂപ അല്ലെങ്കിൽ 900 രൂപ 1000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് കേരള സംസ്ഥാനത്തുണ്ട്. പക്ഷേ റേഷൻ വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം ഒരു 3ാം കിട പൗരന്മാരായിട്ടാണ് ഇന്ന് റേഷൻ വ്യാപാരികളെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് PA അബ്ദുൾ റഷീദ് സമരാവശ്യങ്ങളുടെ വിശദീകരണം നടത്തി. KREO CITU ജില്ലാ സെക്രട്ടറി മണി, ജില്ലാ പ്രസിഡന്റ് S സദാശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനുവരി 27 നടത്തുന്ന കടയടപ്പ് സമരത്തിന് മുന്നോടിയായി കുട്ടിക്കാനം സപ്ലൈ ഓഫീസ് പടിക്കലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുവാനും യോഗത്തിൽ തീരുമാനമായി.